ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അത്ഭുത ഡ്രിങ്കിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, അത്ഭുത ഡ്രിങ്കോ, അതെന്താ സംഭവം? സത്യം പറയാലോ, ഇതൊരു അത്ഭുത ഡ്രിങ്ക് തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെറും 2 ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, മാനസികമായിട്ട് നമ്മൾ നേരിടുന്ന ടെൻഷൻ, മാനസിക പിരിമുറുക്കം, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്നുള്ളതും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ. നമുക്കെല്ലാവർക്കും എത്ര നിറമുള്ള ആളാണെങ്കിലും കുറച്ചും കൂടെ നിറം വെക്കണം, മുഖത്തെ കലകളൊക്കെ ഒന്ന് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാവില്ല എല്ലാവർക്കും. അങ്ങനെ പറയുമ്പോൾ കറുത്തവരെ മോശമാക്കി പറയുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവരുടെ ഉള്ളിലുണ്ടാവും കുറച്ച് സൗന്ദര്യം കൂട്ടണം എങ്ങനെയെങ്കിലും, അതും നാച്ചുറലായിട്ട് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്നൊക്കെ പേടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ നിറം വർദ്ധിക്കും. നമ്മളൊരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ക്രീം അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് മാത്രം കുറച്ച് കളർ വെക്കും എന്നല്ലാതെ ശരീരം മുഴുവൻ നിറം വെക്കാൻ നമുക്ക് അതുകൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തികച്ചും ഹെൽത്തി ആയിട്ട് നമുക്കൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും പേടിക്കാതെ തന്നെ ശരീരം മുഴുവൻ നിറം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രിങ്ക് നമുക്ക് പതിവായിട്ട് കുടിക്കാൻ പറ്റും. പിന്നെ കലകളൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കും കേട്ടോ, നിറം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ. പിന്നെ നമ്മുടെ ശരീരവേദന ഉണ്ടാവില്ലേ, സന്ധിവേദന, സന്ധിവാദം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അലർജി, ശ്വാസം മുട്ട്, തുമ്മൽ, അതുപോലെയുള്ള നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നമുക്കിപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് എല്ലാവർക്കും ശ്വാസകോശം ആ ഒരു ഇതിനെ ബാധിക്കുന്നതാണല്ലോ കോവിഡൊക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കുടിച്ചിരുന്നത് എന്താ, നമ്മളൊരു മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഇതിൽ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. അതെ, ഇതിൽ മഞ്ഞളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രാത്രി നമ്മൾ ഇത് പതിവായിട്ട് രാത്രി കുടിക്കുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് കുടിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല പോലെ ഉറക്കം നമുക്ക് കിട്ടും കേട്ടോ. ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാനും നമുക്ക് ഈ ഡ്രിങ്ക് പതിവായി കുടിക്കുന്നതിലൂടെ ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാനും സഹായിക്കും. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എല്ലാവരും പേടിയോടെ കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് കേട്ടോ ക്യാൻസർ കോശങ്ങളെ പാടെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനും നമുക്കിത് ഉപയോഗിക്കാം. പതിവായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാതാക്കിയിട്ട് മുടി വളരാനും ഈ ഡ്രിങ്ക് നമ്മളെ സഹായിക്കും. പിന്നെ രക്തം ശുദ്ധീകരിക്കാനും നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രാത്രി നമ്മൾ സ്ഥിരമായിട്ട്, ഇത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ കുടിക്കാൻ പറ്റാത്തവരെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇത് കുടിക്കാൻ. കാരണം അവർക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്, അപ്പോൾ മഞ്ഞളിൻ്റെ ആ ഒരു ഡോസേജും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഇത് കുടിക്കാൻ. സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം കേട്ടോ ഇത് കുടിക്കാൻ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മലബന്ധം ഇല്ലാതാക്കിയിട്ട് നമ്മുടെ കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി മലബന്ധം ഇല്ലാതാക്കാനും ഈ ഡ്രിങ്ക് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള, ഇനി നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ എന്തൊക്കെ ഗുണങ്ങളാണ്. ഞാൻ പറയാത്ത ഒരുപാട് ഗുണങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. പാലും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനാണ് അതിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ കിട്ടുള്ളൂ. പുറത്തുനിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ഗ്ലാസ്സിലേക്കാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തത് കേട്ടോ. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 2 നുള്ള് മഞ്ഞൾപ്പൊടി എടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഡോസേജ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒന്നും ഇടരുത്.
ഇനി നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ 1 ഇഞ്ച് നീളത്തിലുള്ള പച്ചമഞ്ഞൾ എടുത്തിട്ട് ചതച്ചിട്ട് അത് പാലിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ പാല് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ ശരീരത്തിന് ദോഷങ്ങളും ഇത് വരുത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഡ്രിങ്കിന് ഗോൾഡൻ മിൽക്ക് എന്നും പറയും കേട്ടോ. കാരണം ഒരുപാട് ഗോൾഡൻ ബെനിഫിറ്റ്സ് ഉള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ കാണുമ്പോഴും ഒരു ഗോൾഡൻ കളറായിട്ടൊക്കെയാണല്ലോ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഗോൾഡൻ മിൽക്ക് എന്നും പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഗുണങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഗോൾഡൻ മിൽക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ പാല് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. നിങ്ങൾ പച്ചമഞ്ഞൾ ചതച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചമണം പോയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി പാലിലിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടമാണിത്. പിന്നെ എനിക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പൊടിയൊക്കെ ആകുമ്പോൾ അലർജി തുമ്മലൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ല പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റുക, കുടിക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇളം ചൂടോടെ തന്നെ നമ്മൾ ഇത് രാത്രി കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു അളവ് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ, പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ഒക്കെ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലത്തിനാണോ നിങ്ങൾ കുടിക്കുന്നത് അതിൽ മാറ്റമുണ്ടോ എന്നുള്ളതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്